നമ്മള് പോണ റൂട്ടുണ്ടല്ലോ, ഭയങ്കര റൂട്ടാണ്. സംഭവം എന്ന് വെച്ചാല് പിന്നെ കടകളുണ്ടാവില്ല, ചില സ്ഥലങ്ങളിൽ റോഡില്ല, പിന്നെ എന്താ പറയാ ആളുകളുണ്ടാവില്ല. റോഡിലൊക്കെ ചിലപ്പോ അമ്മമാര് വലിയ കല്ലുകളൊക്കെ കിടക്കുന്നുണ്ടാവും. ഈ മേലെന്ന് മലയുടെ മേലെന്ന് വന്ന് ഒരു പ്രാവശ്യം എന്റെ നമ്മളെ കൂട്ടുകാരെ പോയിട്ട് അവിടെ നിന്ന് പേടിച്ചുകൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അമ്മമാര് റൂട്ടിന് നമ്മള് പോകണല്ലോ. അതിനുശേഷം ഫാമിലിയോട് ഒറ്റക്ക് പോയി, ഞാനും എന്റെ കുട്ടികൾ മാത്രം പോയി ഒറ്റക്ക്. അതൊക്കെയാണ്, അതൊക്കെ വൈബാണ്. നിങ്ങൾ ശരിക്കും മുന്നിലല്ല വണ്ടി ഇരിക്കണ്ടേ, പിന്നിലാണ്. തള്ളി പോകൂലേ എന്നുവെച്ചാല് പറഞ്ഞില്ലേ. എങ്ങാനും പാറ മറിഞ്ഞ കഴിഞ്ഞില്ല ഉദയിപ്പേ. ആ പാറ ഒരു ചെറിയ ഇതിലുമാണ് നിക്കണത്. അതെങ്ങാനും വീണ ഇതൊന്ന് ആലോചിച്ച് നോക്കിയോക്ക്. അന്റെ കനം കൊണ്ടോ ചിലപ്പോ എങ്ങാനും അടിയത്ത് ആ പാറ എങ്ങാനും പോയി കഴിഞ്ഞാല് ഇത് വീണ കാര്യം ചിന്തിച്ചു നോക്ക്. അടിക്ക് ഇങ്ങനെ നോക്കി നോക്ക് മോനെ, ആകെ വിഷയം. അതാ പോയി പോയി ആണോ അതാ ഉദയവേ പിടിച്ച് നിച്ചിട്ടോ സീനാണ്. അത് കുടുങ്ങിക്കൊണ്ടോ. അയ്യോ ഇരുത്തൊന്നും ശരിയല്ല കേട്ടോ. എന്നാ അതെന്റെ ചെരുപ്പും അതിന്റെ കണ്ണടിയും, ചെരുപ്പും കണ്ണടയൊന്നും ഒരു ഇതില്ല. അതാ 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 വന്നോട്ടെ, കേറിക്കോട്ടെ. ഇതിലിടെ ആരെങ്കിലും ഒരു മൊബൈൽ മറ്റേ ഇതിലിടെ. അങ്ങനെ കഴിച്ച് ഞങ്ങളുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആയിട്ടുള്ള ജബൽ ദക്കിലാണ് ഞങ്ങളുള്ളത്. താഫിൽ വരുന്ന മിക്കവാറും ജബൽ ദക്ക വ്യൂ പോയിന്റിൽ വരാതെ പോകാറില്ല. ബട്ട് നല്ല ക്ലൈമറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്നത് വേർത്തല്ല. മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പോൾ കോട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. സോ അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ. ക്ലൈമറ്റ് നല്ല ആയതുകൊണ്ട് ഓരോരുത്തർ ഇവിടെ കടന്ന് ഉറങ്ങാണ് ഗൈസ്. കള്ളിമുൾച്ചെടിയിലെ ബർഷൂമി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജബ്ബുബായി നമ്മളെ കൊണ്ടുവന്നത്. ജസ്റ്റ് നമുക്ക് പുറത്തിറങ്ങിയാൽ സഹിക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും നമ്മൾ അത് ജീവിക്കും. ഇവിടെ എങ്ങനെ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെങ്ങനെ എടുക്കുക, ചോട് പിന്നല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി അടി കൊള്ളണ്ട. ഇറങ്ങി ഫുള്ള് കോടായിട്ടോടെ. ഇത് നോർമലേ ഈ സാധനം കത്തിയും ഗ്ലൗസും വേണം ഇത് പൊട്ടിക്കാൻ. ഈ സാധനം പൊട്ടിക്കാൻ ഞങ്ങൾ നാളെ കൊണ്ട് കൊറേ പൊട്ടിച്ചോണ്ടേ. ഞാൻ പോണ എമന്റെ റൂട്ടില് ഫുള്ള് ഇതാ രണ്ടു തൊട്ട് വീണ് തപ്പി കാണുന്നത്. എങ്ങനെ പൊട്ടിച്ചെടുത്ത് കയ്യേറ്റ് ചായ പച്ച വേറെണ്ടോ എന്റെ മുള്ളു ഇങ്ങനെ കുത്തിക്കൊണ്ട് എന്താ ബർഷൂമി ബർഷു ഇതാണ് ബർഷു. ഇതെങ്ങനെ കഴിക്കാം? അങ്ങനെ കഴിച്ചോ. ആ നീ ചത്ത് തൂത്തിട്ട് വെച്ചാണെങ്കിലോ. അങ്ങനെ നമ്മൾ നൈറ്റ് വേറെ സ്പോട്ട് കയറിയിട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാനിങ്ങിലൊന്നും ഇല്ലാത്തതാണ്. നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു സംഗതി ഞങ്ങളൊന്ന് കയറി ട്രൈ ചെയ്യാൻ വിചാരിച്ചു.
സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോട് കാണിക്കണം. ഇതല്ലേ മഹല്ല പഴയ സെറ്റപ്പുകളാണ്. രാജുഭായ് പഴയ ടി വി ഒക്കെ ഉണ്ട്, തയ്യൽ മെഷീനും പഴയ ഫ്രിഡ്ജ്. ആ ഇതിന് പറ്റില്ല, നമ്മൾ പുറത്തെ അത് കിട്ടും, നമുക്ക് കിട്ടും, അതാണ് കിട്ടും, നമുക്കത് കിട്ടും. ഹലോ രാംജറ സ്പീക്കിംഗ്. തോക്കൊക്കെ ഉണ്ട്. വെടിവെക്കാൻ കോയിൽ അതാണ് സൗദി രാജാവായിരുന്നടാ. അതാണ് അബ്ദുൽ അസീസ്. അതിനപ്പുറത്തേക്ക് അതാണ് അബ്ദുൽ അസീസ്. സൗദി ക്രിയേറ്റ് ചെയ്തത് മൂപ്പരാളാണ്. മൂപ്പരാളാണ് ഇത് മൊത്തം. ഇത് സുലൈമാൻ സെക്കൻഡ് ഫഹദ്. അത് കഴിഞ്ഞിട്ടില്ലേ മറ്റേ ആള്? ഇത് ഫഹദ് അല്ലല്ലോ, ആളുടെ മകനാണ്. വിവാദാവും. അങ്ങനെ വിളിച്ചു നോക്കി, ഇതൊക്കെ അറിയാൻ ആളാ അങ്ങേര്. താജിക്കൊക്കെ അറിയായിരിക്കുമല്ലോ, കുടുംബചരിത്രം മാത്രം അറിയായിരിക്കും. ഫുൾ മജ്ലിസാണ് ഗൈസ്. ഒരു ഫോട്ടോ എടുത്താണെങ്കിൽ ഇവിടെ എന്താ സംഗതി എടാപ്പാ. ഇവിടെ ഒക്കെ കുറേ സാധനങ്ങൾ എന്തൊക്കെയാ ഇരിക്കേണ്ടതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പ്രീമിയം സെറ്റപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നോ ആഹാ ഇവിടെ ചെക്കന്മാര് ഇതില് കളിക്കണ്ടാ. എടാ നമ്മക്ക് ഓട്ടം കിട്ടോ. സെറ്റപ്പാണ്. ഇങ്ങനെ താഴെ നിർത്തില്ലേ, മറ്റേ മലയുടെ അവിടെ നിർത്തും. അതൊരു വീഡിയോ എന്താ വെച്ചാലേ ഫോണില് ചാർജ് കുറവാ. അപ്പൊ ഇനി ചാർജ് കയറ്റണം. നമ്മളെന്ത് പോക്ക പോയത്? നമ്മളൊന്നുമില്ലേ കക്കൂസ് പോയ കക്കൂസ് പോണം. തുടരുതാണ് ഞാൻ അത്തിപ്പഴം റുമാൻ വേറെ പൊളിക്കും. അയാളെ തള്ളല് കണ്ണ് മഞ്ഞടിക്കുന്ന വിത്തിനുള്ള അതാണ് വെച്ചിട്ടില്ലേ. അല്ല ഈ സാധനം പൈസ കൊടുത്തിട്ടാ കൂട്ടുക. റുമാൻ പഴത്തിന്റെ റങ്കുള്ള പൊട്ടിക്കാൻ പറ്റില്ല. പോടെ പഴുത്തത് ഇതാപ്പെടെ നോക്കുന്നു. പൊട്ടിച്ചിട്ടിരിക്കുന്ന ഗൈസ് റുമാൻ പഴം ഒക്കെ കണ്ടമാണ് റുമാൻ പഴം. എനിക്കല്ലേ രാത്രി ആവുകൊണ്ട് അങ്ങനെ കാണാൻ കഴിയില്ലല്ലേ.
നല്ല മധുരമുണ്ട്. മധുരം ഉണ്ടെന്നോ? പൊട്ടിച്ചൊക്കെ ചെയ്തു. ഗായ്സ്, വലിയ റുമ്മാമ്പഴം. എന്റെ ആൾക്കാര് ഇമ്മ തുടരുന്ന നടക്കണേ, നമ്മൾ പറിക്കില്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ ടേബിളൊക്കെ ഇട്ടിക്കണ്. ഇവിടെ ഇരിക്കാനുള്ള വകുപ്പുണ്ട്. ഇവിടെ ഇരുന്ന ആൾക്കാർ തിന്ന് വയ്ക്കണടാ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഫുൾ തോട്ടത്തിൽ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇത്. കണ്ടോ പറിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. നമ്മൾ പറിക്കണില്ല, നമ്മൾ അതിന് വെയിറ്റ് പൊട്ടിച്ചു മേലെ. നമ്മൾ ഇങ്ങനെ കാണില്ല, നമ്മൾ പറിക്കണില്ല. നമ്മൾ പറിക്കില്ലല്ലോ, പറിക്കില്ല. നമ്മൾ പറിക്കണില്ല. നല്ല മധുരം ഉണ്ടല്ലേ. ഹറാമില്ല. അപ്പൊ ഹറാമില്ല. സംഗതി സെറ്റപ്പായില്ലേ? ഇതിനായി ക്യാമറ നിങ്ങളെ കൂടെ വരും. ക്യാമറ നിങ്ങളെ കൂടെ വരും. കൊറേ സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് കാണാം. അല്ല, അതിലിപ്പോ നമുക്ക് എന്തൊക്കെ തിന്നാണ്ടാവും താജുഭായ്? കൊല ഗൈസ്. ഒരു ജഗ് ചായ, ഒരു ജഗ് ഗാഹവ, ഈത്തപ്പഴം, നാടൻ നാടൻ കൊല. തേന് കടിക്കും. കാണിച്ചരാം. ഇത് ക്ലിയർ ഉണ്ടോ? കണ്ടോ ഗൈസ്? ഇതാണ് തേന്. കണ്ടോ? കിട്ടിയോ? നോക്കോ കണ്ടോ? സൂം ചെയ്യും. ഗൈസ്, ഇതാണ് തേന്. ഇതാണ് വാഴപ്പഴത്തിന്റെ ഉള്ളിലത്തെ തേന്. ഒറിജിനൽ തേന്, നാച്ചുറൽ തേന്. അത് നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ രീതി. തേൻ കുടിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. ഇത് ഇങ്ങനത്തെ ഈ പാളിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനകത്ത് ഈച്ച ഉണ്ടോ നോക്കാം. ഇയാള് അടുത്ത എക്സ്പ്രഷൻ ഇടാനുള്ള പരിപാടിയാണ് അടുത്ത വീഡിയോക്ക്. എനിക്ക് വയറിഞ്ഞു, എനിക്കിനി കാണുന്നില്ല. അവനത് ആ ബിബി വേണ്ട, അവൻ പോയി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല, വേറെ പ്രശ്നം ഞാൻ പറഞ്ഞു. ഏതാണ് പായാണ് വാതർന്നല്ലേ അല്ലേ? ഇവിടെ ഫുള്ള് സെറ്റപ്പാണ്. ഭയങ്കര അടിപൊളിയാട്ടോ ഇവിടെ. ഇവിടെ ആളിരിക്കണ്ടല്ലേ? ഷെഡോ പോലീസ് ആനേനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ആ വാഴത്തോട്ടത്തിലേക്ക് ഇവിടെ അടിപൊളി സ്പോട്ട് ഉണ്ടാവും. അവിടെയും സ്പോട്ട് ഉണ്ട്. മറ്റേ ഡെക്സിറ്റാ ഇവിടെ ഫുള്ള് സെറ്റപ്പാണ്. പക്ഷെ ഇവിടെ പെണ്ണുങ്ങൾ ഉണ്ടാവുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സെറ്റപ്പ് ഫുള്ള് ഓർഗാനിക് മരം സെറ്റപ്പ്. ഒരു 5 ആൾക്കാണ് വന്നാൽ മതി. അടിപൊളിയാണ്. യെസ്.
ഫുള്ളൊരു കാട്. രാവിലെ വരണം. രാവിലെ അല്ല, ഒരു ഈവനിങ് തന്നെ വരണം. അല്ല അങ്ങനല്ല, ഒരു ഈവനിങ് വന്നാൽ ഈ ലൈറ്റ് സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. നമ്മള് ഇവിടുത്തെ വൈബ് ഈവനിങ്ങില് ആസ്വദിച്ച് നൈറ്റ് വരെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ആകുമ്പോ ഓക്കെ. അങ്ങനെ വരണം. ഞങ്ങളിവിടെ കുറച്ചേരം കഥ പറയും. തായ്ഫിൽ വരുന്ന ആൾക്കാർ എന്തായാലും വരേണ്ട സ്പോട്ടാണത്. ഒരു 5 ആളൊക്കെ വരികയാണെങ്കിൽ ആളും ഒരു 20 എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗാർഡനാണ്. ഇവിടുത്തെ ഒരു ചെറിയൊരു പാക്കേജ് നിങ്ങൾക്ക് എടുക്കുക. നൈസ് സ്പോട്ടാണ്. ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. ഒരു ഗാർഡനാണ്. ശരിക്കും മധുബൂത്ത്. പക്ഷെ നമ്മുടെ നാട്ടില് മധുബൂത്ത് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കും മധുബൂത്തല്ല. അല്ല, നാട്ടിലിപ്പോ ആൾക്കാർ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ റൈസ് കൊള്ളാട്ടോ. സെക്സി റൈസോ? കോഴീനെ തുണിയില്ലാത്ത കിടന്നിട്ട് സെക്സി എന്ന് പറഞ്ഞു. അങ്ങനെ എന്താപ്പാ ഏതാപ്പാ ചിന്താഗതി എടുക്കാൻ പോയത്? വീഡിയോ ഇടുന്നതിന് മുമ്പ് 18+ കാണിക്കണ്ടോ കുട്ടികൾ? അല്ല മുസമ്മിൽ ഞങ്ങൾ കഴിച്ചിട്ടാണ് കഴിക്കഞ്ഞ് മതി. വീഡിയോ മെല്ലെ പറയും. യൂട്യൂബിലാവുണ്ട്, വലിയ സീനില്ല. യൂട്യൂബിൽ ഇപ്പം ആരും അങ്ങനെ അധികം കാണൂല. അങ്ങനെ പറയില്ല. എല്ലാവർക്കും ട്രൈ ചെയ്യാനുള്ള ഭക്ഷണം കൊടുക്കേ. കൊടുത്തല്ലോ അല്ല ഞാൻ പറയൂ. അടുത്ത് വാ. ഉണ്ടാവില്ല. ഇത് ഈത്തപ്പഴം കഴിഞ്ഞിട്ടില്ലടി. അത് വിളിച്ച് പാവം താജുഭായി. സംഗതി അടിപൊളിയായില്ലേ? ഇവിടെ ഇരുന്നെങ്കിൽ ഒന്നുകൂടി മജയിനി. സ്പേസ് ഇല്ലേ പക്ക. ഇതിനെന്താ പറയാ, ഏർമാടല്ലേ? പൊന്മാൻ. ട്രിപ്പിലൊന്നും നടക്കൂല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നൈറ്റിൽ തായ്ഫിൻ്റെ ഒരു വ്യൂ പോയിന്റും പാടെ കണ്ട് നമ്മൾ പിരിഞ്ഞു.